ജീവിതത്തിൽ പലവിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുള്ള താരമാണ് ധന്യ മേരി വർഗീസ്. ഭർത്താവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ബിസിനസ്സിലെ പ്രശ്നങ്ങൾ, ധന്യയുടെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പ് എന്ന രീതിയിൽ വ്യാജ പ്രചരണം നടന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം താരം ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയപ്പോൾ ചെറിയ രീതിയിൽ വിശദീകരിച്ചിരുന്നു. മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കും എന്നതിനാലാണ് ആ സംഭവങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാത്തതെന്നും ധന്യ മേരി വർഗീസ് ഇപ്പോൾ പറയുന്നു. നമ്മൾ കൂടുതൽ വിശദീകരണം നടത്തുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടി വരും, അതുകൊണ്ടാണ് അതിന് നിൽക്കാത്തത്. അതായത് തനിക്കും ഭർത്താവിനും വന്നു നിന്നിട്ട് കുറേ കാര്യങ്ങൾ പറയാൻ സാധിക്കും, എന്നാൽ അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരെ വേദനിപ്പിക്കുന്ന തരത്തിലായിരിക്കും. അതുകൊണ്ട് എല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോകുകയാണ്. പക്ഷെ തുറന്നു പറയേണ്ട സാഹചര്യത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചാൽ അത് ചെയ്യും. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകണമെന്ന് തോന്നുന്നില്ലെന്നും ധന്യ മേരി വർഗീസ് പറയുന്നു. സോഷ്യൽ മീഡിയ നമ്മളെക്കുറിച്ച് മോശം പറയുകയാണെങ്കിൽ പ്രതികരിക്കാം, അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കാം. നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഈ പറയുന്നതെല്ലാം ഉള്ളതാണെന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടാകും. ഇനി പ്രതികരിക്കുകയാണെങ്കിൽ നമ്മൾ ന്യായീകരിക്കുകയാണെന്ന് പറയും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ട്രോമയിലായിരിക്കും നമ്മൾ. തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലോ മറ്റോ അങ്ങനെയല്ല, ഇതാണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് തൻ്റെ ഭാഗം വിശദീകരിക്കാം. ശരിക്കും പറഞ്ഞാൽ എടുത്തുചാടി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല താൻ. അങ്ങനെ പ്രതികരിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വഴിയിൽ കൂടെ പോകുന്ന പല കാര്യങ്ങളും നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. താനെന്ന വ്യക്തിയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ പോലും വളച്ചൊടിച്ച് തൻ്റെ തലയിലേക്ക് വരാറുണ്ട്. സോഷ്യൽ മീഡിയ ഇത്രത്തോളം വികസിച്ചതിന് ശേഷം ഈ വലിച്ചിഴക്കൽ കൂടുതലായി കാണുന്നു. ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ കാണുന്നത് തന്നെ വേറെ രീതിയിലാണ്. എല്ലാ കുറ്റങ്ങളും ഫീമെയിൽ ആർട്ടിസ്റ്റുകളുടെ തലയിലേക്ക് വരുന്ന ഒരു രീതി അന്നും ഇന്നും എപ്പോഴുമുണ്ട്. ഒരു ആർട്ടിസ്റ്റായി മാറുമ്പോഴുണ്ടാകുന്ന ഗോസിപ്പുകളെ അടക്കം വലിയ രീതിയിൽ പേടിച്ചിരുന്നു. ഇൻഡസ്ട്രിയിൽ വന്ന് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞപ്പോൾ ഗോസിപ്പുകൾ അതിന് വഴിക്ക് പോകട്ടെ എന്നു കരുതി വർക്ക് ചെയ്തു. അതിൽ എൻജോയ്മെന്റ് കണ്ടെത്തി. വിവാഹം കഴിച്ചതോടെ ജീവിതം മാറിയെന്നു കരുതി. എന്നാൽ വീണ്ടും സിനിമ രംഗത്തേക്ക് വന്നു. അപ്പോൾ മുതൽ ഭർത്താവിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അവരുടെ ബിസിനസ്സുകളെല്ലാം എൻ്റേതാകും. ബിസിനസ് നടത്തിയവരുടെയോ അതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെയോ പേരിന് പകരം തൻ്റെ പേര് മാത്രമായിരിക്കും ഉണ്ടാകുക. തൻ്റെ കുടുംബം എന്ന പേരിൽ അറിയപ്പെടും. ആ കുടുംബത്തിൽ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതുവഴി പോകുന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ തലയിലാണ് വരുന്നത്. ഭർത്താവിൻ്റെ അച്ഛനും അനിയനും കൂടെ ചെയ്ത ഒരു ബിസിനസ്സിലുണ്ടായ പ്രശ്നങ്ങളിൽ തൻ്റെ പേര് വന്നു. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്തരം വാർത്തകൾ കൊടുക്കുന്നതെന്ന് താൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ വാർത്ത കൊടുക്കണം. ഭർത്താവിൻ്റെ അനിയൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തൻ്റേതല്ല. എന്നാൽ അതുപോലും തൻ്റെ പേരിലാക്കിയെന്നും താരം പറയുന്നു.